തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി തീ കൊളുത്തി മരിച്ചത് ഭർതൃപീഡനത്തെ തുടർന്നെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ ഭർത്താവ് ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷാരോണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയാണ് ഇന്നലെ രാത്രി മരിച്ചത്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഇത് ഈ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാക്കുറിപ്പോ മറ്റേതെങ്കിലും സൂചനകൾ ഈ പെൺകുട്ടി നൽകിയിരുന്നോ? 20 വയസ്സാണ് പെൺകുട്ടിക്കെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത്? സിജു, തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ 20 വയസ്സുള്ള ഗർഭിണിയായിട്ടുള്ള യുവതി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. അതായത് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കുട്ടിയുടെ മൃതദേഹം പോലീസ് വീട്ടുകാർ തന്നെ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. എന്തിനാലും ഈ സംഭവത്തിൽ ഭർത്താവ് ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രധാനമായും ഈ കുട്ടിയുടെ കുടുംബം തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഷാരോൺ കുറേ കാലമായിട്ട് ഈ പെൺകുട്ടിയെ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും പീഡിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ കുട്ടിയുടെ, അതായത് അർച്ചനയുടെ കുടുംബം വരന്തരപ്പള്ളി പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ ഷാരോണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തിനാലും ഷാരോണിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 6 മാസം മുൻപാണ് ഇരുവരുടെയും കല്യാണം കഴിഞ്ഞത്. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും. തുടർന്ന് ജീവിച്ചു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഷാരോണിനെ തമിഴ്നാട്ടിൽ വെച്ച് ഒരു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു. തുടർന്ന് നിരവധി കേസുകൾ, അതായത് സംസ്ഥാനത്ത് ഉൾപ്പെടെ നിരവധി ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാരോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിംഗ് തൊഴിലാളിയാണ്. ഈ 6 മാസത്തിനിടയിൽ തന്നെ പലതരത്തിലുള്ള ആക്രമണം ഈ അർച്ചന ഏറ്റുവാങ്ങിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ അർച്ചനയുടെ കുടുംബം പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഫോറൻസിക് വിഭാഗം എത്തി പ്രാഥമിക പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് അർച്ചനയുടെ മൃതദേഹം ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വിട്ടു നൽകിയിട്ടുള്ളത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ അർച്ചനയുടെ വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് ശേഷമായിരിക്കും ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. എന്തായാലും നിലവിലെ വിവരങ്ങളനുസരിച്ച് അർച്ചന നിരന്തരമായിട്ട് ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയിട്ട് ഈ ഷാരോണിൻ്റെ അമ്മ ഷാരോണിൻ്റെ സഹോദരിയുടെ മക്കളെ അംഗനവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ എത്തിയ സമയത്താണ് ഈ വീടിന് പുറകിലുള്ള കാനയിൽ വെന്ത് മരിച്ച നിലയിൽ ഈ അർച്ചനയെ കണ്ടെത്തുന്നത്. തുടർന്നാണ് വിവരം നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും അറിയുന്നത്. എന്തിനാലും അർച്ചനയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്, പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ മകൾ കടുത്ത മാനസിക പ്രശ്നങ്ങൾക്ക് നേരിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാലും വൈകാതെ തന്നെ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചും അതുപോലെ തന്നെ ഈ ഷാരോണിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടി എന്നോണം ഒരു പക്ഷേ ഇയാളുടെ ഷാരോണിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത്. സിജു, 6 മാസം വിവാഹിതരായത് ഷാരോണിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലഹരി കേസിൽ അടക്കം പ്രതിയായിരുന്നു. വീട്ടുകാരുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് വിവാഹം നടന്നത്. എന്താണ് സംബന്ധിച്ച് പറയാനുള്ളത്? സിജു, വീട്ടുകാരുടെ അനുവാദം ഒരു പരിധിവരെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിലുപരി മറ്റൊരു കാര്യം, പ്രധാനമായും ഈ ഷാരോണിനെ വിവാഹം കഴിച്ചതിന് ശേഷം അർച്ചന ഷാരോണിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് ഈ 6 മാസ കാലയളവിൽ. എന്നാൽ ഈ 6 മാസ കാലയളവിൽ അർച്ചനയുടെ കുടുംബാംഗങ്ങൾ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അതിന് തടസ്സം നിന്നിരുന്നത് ഈ ഷാരോണിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഷാരോണും ആണെന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ളത്. അതായത് ഈ പീഡന വിവരങ്ങളൊക്കെ തന്നെയും അല്ലെങ്കിൽ താൻ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ശാരീരിക പീഡനങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം അർച്ചന പലപ്പോഴായിട്ട് അർച്ചനയുടെ കുടുംബാംഗങ്ങളെ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഷാരോണും അതുപോലെ തന്നെ ഈ ഷാരോണിൻ്റെ അമ്മയും പലപ്പോഴും ഇത് തടഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലൊരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ അർച്ചനയുടെ കുടുംബം തന്നെ രേഖാമൂലമുള്ള ഒരു പരാതി ഈ വരന്തരപ്പള്ളി പോലീസിന് കൈമാറിയിട്ടുള്ളത്.